സംസ്ഥാനത്ത് സിൽവർ ലൈൻ നടപ്പിലാക്കാൻ കഴിയുമെന്ന് സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്ര പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ന്യൂസ് മലയാളത്തോട്. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ളതിനാൽ സംസ്ഥാനത്ത് ബി.ജെ.പി. നേതൃത്വത്തിന് പദ്ധതി എതിർക്കാൻ കഴിയില്ലെന്നും കെ.വി. തോമസ് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്ര പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. സാറ്, കേരയിൽ പദ്ധതി യാഥാർത്ഥ്യമാകുമോ? ആകണമല്ലോ. കാരണം ഈ കേരയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സംസ്ഥാന കോർപ്പറേഷൻ അല്ലത്, കേന്ദ്ര സംസ്ഥാന സംയുക്ത സംരംഭമാണ്. എല്ലാവരും കൂടി അത് നടത്തേണ്ടത്. നമുക്ക് ഹൈസ്പീഡ് റെയിൽവേ വേണം. കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ പറയുന്നത് DPRL ഒരു മാറ്റം വരുത്തണമെന്നുള്ളത്. അത് മാഷ് എങ്ങനെയാണ്? അവരും കൂടി ഉൾപ്പെട്ടതല്ലേ റെയിൽ കോർപ്പറേഷൻ? അവരുടെ കൂടെ പ്രതിനിധികളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ കൊടുത്ത DPR കൊടുത്തിട്ട് 2-3 വർഷമായി. ആ DPR എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ കേരള കോർപ്പറേഷൻ റെയിൽവേ മന്ത്രിമാരായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യണം. കേരളത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വികസനമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വെറും രാഷ്ട്രീയ പ്രേരിതമായി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇൻവോൾവായ ഒരു കേരള കോർപ്പറേഷൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ BJPക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കോൺഗ്രസും ഈ രാജ്യത്തിൻ്റെ വികസനത്തിൽ നിൽക്കേണ്ട ആളുകളല്ലേ. കോൺഗ്രസിനും വലിയ സംഭാവന ചെയ്യേണ്ട ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അന്ധമായ രാഷ്ട്രീയ എതിർപ്പ് അല്ല നമുക്ക് വേണ്ടത്. ജനപ്രിയ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വികസന കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചു